സാറ്, ഇന്തോനേഷ്യൻ പ്രസിഡന്റ് നമ്മുടെ പ്രബോവോ സുബിയാന്തോ അദ്ദേഹം കഴിഞ്ഞ ദിവസം നമ്മുടെ റിപ്പബ്ലിക് ഡേ പരേഡിലും മറ്റും പങ്കെടുത്തു. നമ്മുടെ ഗണതന്ത്ര ആഘോഷങ്ങളിൽ അദ്ദേഹം സജീവമായി. അദ്ദേഹം ഇവിടെ വന്ന് നമ്മുടെ രാജ്യത്തെക്കുറിച്ചും നമ്മുടെ കേന്ദ്ര സർക്കാരിനെക്കുറിച്ചും പ്രധാനമന്ത്രിയെക്കുറിച്ചും ഒക്കെ ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു. എന്താണ് അദ്ദേഹം നമുക്ക് നൽകുന്ന സന്ദേശം? അതായത് പ്രബോവോ സുബിയാന്തോ ആണ് ഇന്തോനേഷ്യൻ്റെ പ്രസിഡൻറ്റ്. പ്രബോവോ സുബിയാന്തോ എന്ന പേര് തന്നെ സാൻസ്ക്രിറ്റുമായിട്ട് കണക്റ്റഡാണ്. ഇന്തോനേഷ്യയിലെ പല പേരുകളും നമ്മുടെ സംസ്കൃത ഭാഷയിലെ പല വാക്കുകളുമായിട്ട് കണക്റ്റഡാണ്. അവരുടെ വിമാനത്തിന് തന്നെ ഗരുഡ എന്നല്ലേ പേര്. അതെ, ഗണപതിയെ അവർ അവരുടെ കറൻസിയുടെ പടമുണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് ഇന്തോനേഷ്യയുടെ UN ആണെന്ന് തോന്നുന്നു. അവരുടെ മഹാലക്ഷ്മിയുടെയോ സരസ്വതിയുടെയോ പ്രതിഷ്ഠ അല്ലെങ്കിൽ ചിത്രമല്ല, അവരുടെ ഒരു പ്രതിമ അവിടെ വെച്ചിട്ടുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്തായാലും ശരി, ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇന്തോനേഷ്യയും ഇന്ത്യയും തമ്മിൽ ചരിത്രാതീത കാലത്തെ ബന്ധമുള്ള രണ്ട് രാജ്യങ്ങളാണ്. ചരിത്രത്തിലെ ഗ്രേറ്റർ ഇന്ത്യ എന്ന് പറഞ്ഞൊരു അധ്യായം തന്നെയുണ്ട്. സമകാലിക ചരിത്രകാരന്മാർ തിരസ്കരിച്ച ഒരു ചാപ്റ്ററാണ് ഗ്രേറ്റർ ഇന്ത്യ. നമ്മുടെ ഇവിടുത്തെ ചരിത്രകാരന്മാർ പറഞ്ഞാൽ ഭൂരിപക്ഷവും കള്ളോ കാശോ എന്തെങ്കിലും സ്ഥാനമാരും ഒരു വൈസ് ചാൻസലർ അല്ലെങ്കിൽ ഒരു രജിസ്ട്രാർ ഇതൊക്കെ കൊടുത്താൽ അതിൻ്റെ പുറകെ പോകുന്ന യൂസ്ലെസ്സുകളാണ് നമ്മുടെ ചരിത്രകാരന്മാർ ബഹുഭൂരിപക്ഷവും. എല്ലാവരെക്കുറിച്ചും അല്ല ഞാനീ പറയുന്നത്, ബഹുഭൂരിപക്ഷവും. അതുകൊണ്ട് അന്തർദേശീയ രംഗത്ത് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ നോബൽ സമ്മാനം നേടിയ ആളുകൾ നമുക്ക് സാഹിത്യത്തിൽ രവീന്ദ്രനാഥ് ടാഗോറുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ നമുക്കുണ്ട്. പക്ഷേ ചരിത്രമെന്ന് പറയുന്ന ഒരു ശാഖയെക്കുറിച്ച് നോക്കിയാൽ അന്താരാഷ്ട്ര രംഗത്തെ ലോക ചരിത്രത്തെക്കുറിച്ചുള്ള പഠനം നമ്മൾ നടത്തിയാൽ ഇന്ത്യയിൽ ഒരു ചരിത്രകാരൻ ഒരു റോളും അവർ കൊടുത്തിട്ടില്ല. കാരണം കൂലി എഴുത്തുകാരാണ്. ആധാരം എഴുതുന്ന പോലെ, കാശ് കൊടുക്കുന്നതിന് വേണ്ടി പ്രമാണം എഴുതി കൊടുക്കുന്നത് പോലെ ചരിത്രം എഴുതി കൊടുത്തിരിക്കുന്ന ആളുകളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇന്ന് ചരിത്രം തിരുത്തി എഴുതുകയാണ്. ഇന്ത്യ നാളത്തെ 21ാം നൂറ്റാണ്ടിലെ ഇന്ത്യയിൽ നെഹ്റുവിനും നെഹ്റു ഫാമിലിക്കും വേണ്ടി എഴുതി വെച്ച ഈ കപട ചരിത്രം മാറ്റേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഇവിടാണ് ഇന്തോനേഷ്യൻ പ്രസിഡൻറ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പ്രത്യേകത. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ DNA പരിശോധിച്ചാൽ ഇന്ത്യക്കാരൻ്റെ DNA ഉണ്ട്. അദ്ദേഹത്തിൻ്റെ DNA മാത്രമല്ല, തായ്ലൻഡ് അടക്കമുള്ള ഇപ്പോൾ സിലോൺ, തായ്ലൻഡ്, ഇങ്ങനെ ആ ഒരു പ്രദേശത്തെ മുഴുവൻ സ്ഥലങ്ങളെടുത്ത് നോക്കിയാലും ഈ ഗ്രേറ്റർ ഇന്ത്യയുടെ ഭാഗമായിരുന്നു. അഫ്ഗാനിസ്ഥാൻ നമ്മുടെ ഭാഗമായിരുന്നല്ലോ. നമ്മുടെ കാൻഡഹാറിൽ നിന്ന് വന്ന ആളാണ് ഗാന്ധാരി. അതെ, അഫ്ഗാൻ നമ്മുടെ ഭാഗമായിരുന്നു. എൻ്റെ പഴയ പേര് തന്നെ ഗാന്ധാരദേശം. ഗാന്ധാരദേശം, കാസ്പിയൻ സീ, കശ്യപ മഹർഷി തപസ് ചെയ്യുന്ന സ്ഥലമാണ് കാസ്പിയൻ സീ. ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ യുവ വിപ്ലവകാരികൾക്കും ഞരമ്പ് രോഗികൾക്കും ഒക്കെ ഹാലളകും. അത് അതിനൊക്കെ ഒരു താൽക്കാലികമായ ഒരു ഭ്രാന്ത് എന്നുള്ള അല്ലാതെ അതിനപ്പുറത്തൊന്നും അതിന് വാക്കുകളിൽ പോലും ഈ സാമ്യം കിടപ്പുണ്ടെന്നുള്ളത് നിഷേധിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഇത് ലോകം മുഴുവൻ ഇന്ത്യൻ ചരിത്രത്തെക്കുറിച്ചും ഇന്ത്യയുടെ പാരമ്പര്യത്തെക്കുറിച്ചും ഏറ്റവും അധികം പഠനം നടക്കുന്ന ഒരു രാജ്യം ജർമ്മനിയാണ്. ജർമ്മനി വളരെ ഹെർമൻ ഗുണ്ടട്ട് ഇവിടെ വന്ന് പഠിച്ചതാണ്. അപ്പോൾ അവരൊക്കെ മാക്സ് മുള്ളർ, അദ്ദേഹം ഇവിടെ വന്ന് ക്രിസ്തുമതം പ്രചരിപ്പിക്കാൻ വന്ന മാക്സ് മുള്ളർ അവസാനം മനസ്സ് മാറി. ഇന്ത്യയുടെ സംസ്കാരം, ഹിന്ദുമതത്തിൻ്റെ പ്രത്യേകതകൾ ഇതൊക്കെ മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം മനസ്സിലായി ഇതൊരു വലിയ സംസ്കാരം, വലിയ വളരെ തികച്ചും സയൻറ്റിഫിക്കായിട്ട് അടിത്തറയുള്ള ഒരു സംസ്കാരവും മതവുമാണ് ഇന്ത്യയിൽ നിലനിന്നിരുന്നത്. പ്രബോവോ സുബിയാന്തോ അത് അടിവരയിട്ട് അംഗീകരിക്കുകയാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു വന്നത്, അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഇന്തോനേഷ്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ ഗുണകരമാണ്. പ്രത്യേകിച്ച് അവർ ഒപ്പുവെച്ച ചില കരാറുകൾ, ആരോഗ്യം, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, സമുദ്രവുമായി ബന്ധപ്പെട്ട ചില സമുദ്ര സുരക്ഷ, അത് നമുക്ക് ആ സമുദ്ര സുരക്ഷയുടെ കാര്യത്തിൽ ഏറ്റവും വലിയ പ്രത്യേകതയുള്ളത് ചൈനയും നമ്മളുമായിട്ട് നല്ല ഒരു സംഘർഷത്തിൽ നിൽക്കുകയായിരുന്നല്ലോ. എങ്കിലും ഈ ബേ ഓഫ് ബംഗാളിൽ ചൈന അവരുടെ ഒരു ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്തോനേഷ്യയും നമ്മളുമായിട്ട് ഈ ഇങ്ങനൊരു ധാരണയിലെത്തുന്നത്. അത് ചൈനയ്ക്കൊരു മുന്നറിയിപ്പാണ്. തന്നെയല്ല, ഇന്ത്യക്ക് 3 സമുദ്രങ്ങളുണ്ട്. ബേ ഓഫ് ബംഗാളുണ്ട്, ഇന്ത്യൻ ഓഷ്യനുണ്ട്, അറേബ്യൻ സീ ഉണ്ട്. അപ്പോൾ നമുക്ക് വ്യാപകമായ വിസ്തൃതമായ സമുദ്രാതിർത്തിയുള്ള രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ഈ സമുദ്രാതിർത്തി പങ്കിടുന്ന എല്ലാ രാജ്യങ്ങളുമായിട്ടും നമുക്ക് സൗഹൃദം അനിവാര്യമാണ് താനും. അതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി വന്നതിന് ശേഷം നമ്മുടെ നേവിയെ, നമ്മുടെ നാവികസേനയെ എക്യുപ്പ് ചെയ്തത്. ഇപ്പം നമുക്ക് ഒറ്റ ദിവസം ഇറക്കിയത് 3 സബ്മറൈനുകളാണ്. മിസൈൽ വേധ സബ്മറൈൻ അടക്കമുള്ള സബ്മറൈൻ, ഏറ്റവും അത്യന്താധുനിക സൗകര്യമുള്ള സബ്മറൈനാണ്.
ഇപ്പോൾ അന്താരാഷ്ട്ര യുദ്ധക്കപ്പലുകളും ഇറക്കി ഇഷ്ടംപോലെ യുദ്ധക്കപ്പലുകൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നാവിക കരുത്തിൽ, നാവികസേനയുടെ കരുത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യ ആർക്കും പുറന്തള്ളാൻ കഴിയാത്ത വിധത്തിൽ നമ്മൾ ശക്തമായി. 71 നമുക്ക് സംഭവിച്ചതാണ്. 71 ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് യുദ്ധം വന്നപ്പോഴേ അമേരിക്ക 7ാം കപ്പൽപ്പടയെ ഇന്ത്യൻ ഓഷനിലേക്ക് അയച്ചു. അവർ പറഞ്ഞ ഉടനെ യുദ്ധം നിർത്തണം, അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ത്യയെ ആക്രമിക്കുമെന്നൊരു നിലപാടെടുത്തു. അന്ന് നമുക്ക് തീരെയായ ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു, ഇന്ദിരാഗാന്ധി. ഞാൻ വളരെ ഇന്ദിരാഗാന്ധിയെ ബഹുമാനിക്കുന്ന ഒരാളാണ്, വളരെ ബഹുമാനിക്കുന്ന ഒരാളാണ്. നല്ല കരുത്തയായ പ്രധാനമന്ത്രിയാണ്. നിക്സന്റെ ഭീഷണിക്കൊന്നും അവർ വഴങ്ങിയില്ല. പക്ഷേ എങ്കിലും അന്ന് നമുക്ക് സംരക്ഷണം ഒരുക്കിയത് റഷ്യയാണ്. റഷ്യ അന്ന് നമുക്ക് സംരക്ഷണവുമായി വന്നില്ലെങ്കിൽ അമേരിക്കയുടെ 7ാം കപ്പൽപ്പട എൻ്റർപ്രൈസസ് എന്ന് പറയുന്ന കപ്പലാണ് അത് നയിക്കുന്നത്. കപ്പൽപ്പടയെന്ന് പറഞ്ഞാൽ വലിയൊരു സൈനിക വ്യൂഹമാണ് അവർ. 100 കണക്കിന് കപ്പലുമായിട്ടാണ് അവർ വരുന്നത്. അവർ വന്നപ്പോൾ റഷ്യ അവരെ തടയാൻ നിന്നു. ഡിസ്ട്രോയർ എന്നായിരുന്നു റഷ്യയുടെ കപ്പലിൻ്റെ പേര്. അവർ പറഞ്ഞു ഇന്ത്യ ഞങ്ങളുമായിട്ട് അനാക്രമ സന്ധിയുണ്ട്, ഇവിടെ വന്നാൽ വിവരം അറിയുമെന്ന് പറഞ്ഞു. അപ്പോൾ അമേരിക്കയുടെ മുന്നേ യുദ്ധമല്ലാതെ മാർഗ്ഗമില്ല. അങ്ങനെയാണ് ആ യുദ്ധം അവസാനിച്ചത്. ഞാൻ പറഞ്ഞത് അന്ന് നമുക്ക് നേരിടേണ്ടി വന്ന നമ്മുടെ ദൗർബല്യം, നാവികസേന നമ്മുടെ ദുർബലമായിരുന്നു ആ കാലഘട്ടത്തിൽ 71. അന്ന് തൊട്ട് തന്നെ നമ്മൾ നാവികസേനയെ കരുത്തുറ്റതാക്കാൻ ഒരുപാട് ശ്രമം പിന്നീട് വന്ന ഗവൺമെൻറ്റുകളൊക്കെ നടത്തിയെങ്കിലും 2004 തൊട്ട് 2014 വരെ നമ്മുടെ പ്രതിരോധ മന്ത്രിയായിട്ടിരുന്ന ഇന്ത്യ കണ്ട ഏറ്റവും ദുർബലനും പിടിപ്പുകെട്ടവനും ഇച്ഛാശക്തി ഇല്ലാത്തവനുമായ ഒരു ആദർശധീരനായിരുന്നു AK ആന്റണി. ആദർശധീരൻ ഏതെങ്കിലും ആശ്രമത്തിൽ പോയിരിക്കണം. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയാകാൻ പാടില്ല. ഹിമാലയത്തിൽ സ്ഥലമുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തൊക്കെ ആശ്രമങ്ങളുണ്ട്, അവിടെ പോയിരുന്ന പോലെ. ഇന്ത്യൻ പ്രതിരോധ മന്ത്രിയാകുമ്പോൾ ഇന്ത്യൻ സൈന്യത്തിന് ആവശ്യമുള്ള ആയുധങ്ങൾ കൊടുക്കണ്ടേ, ഇന്ത്യൻ സൈന്യത്തിൻ്റെ എക്വിപ്പ് ചെയ്യണ്ടേ? അതൊന്നും ആന്റണി ചെയ്തില്ല. നമ്മുടെ സബ്മറൈനുകൾ ഓരോ ദിവസവും അതിനകത്ത് സ്ഫോടനം ഉണ്ടാകുന്ന വാർത്തകളെക്കുറിച്ചാണ് നമ്മൾ അറിഞ്ഞിരുന്നത്. സൈന്യം വളരെ ഡിമോറലൈസ് ചെയ്തു ആന്റണിയുടെ കാലഘട്ടത്തിൽ. അതിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് 2014 നരേന്ദ്രമോദിയുടെ ഒരു ഗവൺമെൻറ് വന്നപ്പോഴാണ് ഇന്ത്യൻ സൈനികർക്ക് ഒരു പുതിയ ഇച്ഛാശക്തി കിട്ടിയത്. അവർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ പറ്റും എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് അവർ കൊണ്ടുപോയി കാര്യങ്ങൾ. അങ്ങ് പറഞ്ഞ ഇതേ വാക്കുകളാണ് ഇന്തോനേഷ്യൻ പ്രസിഡന്റും നമ്മുടെ പ്രധാനമന്ത്രിയെക്കുറിച്ചും നമ്മുടെ കേന്ദ്ര സർക്കാരിനെ കുറിച്ചും പറഞ്ഞിരിക്കുന്നത്. അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണും. തീർച്ചയായിട്ടും അദ്ദേഹം നല്ല സ്റ്റേറ്റ്മെൻറ്റാണ് കൊടുത്തത്. ദ്രൗപദി മുർമു അദ്ദേഹത്തിന് വിരുന്ന് കൊടുത്തു, ഇവിടെ വന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ റിപ്പബ്ലിക് ഡേ പരേഡിലും ഇന്തോനേഷ്യൻ സൈന്യത്തിൻ്റെ ഒരു ഭാഗം അദ്ദേഹം മുഖ്യാതിഥിയായിരുന്നു. ഇന്തോനേഷ്യൻ സൈന്യത്തിൻ്റെ ഏതോ ഒരു ചെറിയ വിഭാഗം നമ്മുടെ ഈ ഒരു പരേഡിൽ പങ്കെടുത്തു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇന്തോനേഷ്യ ലോകത്തിലെ മുസ്ലിം ജനസംഖ്യയിൽ ഒന്നാമത് നിൽക്കുന്ന രാജ്യമാണ്. അപ്പോൾ അവിടെ മുസ്ലിങ്ങളാണുള്ളത്. ആ മുസ്ലിം രാജ്യത്തെ മുസ്ലിം ഭരണാധികാരിയാണ് ഇന്ത്യ വിളിച്ചു വരുത്തി ആദരിച്ചത്. അപ്പോൾ പ്രഭോ സുബേന്ദു എന്ന് പറയുന്ന നേതാവിനെ, പ്രസിഡന്റിനെ വിളിച്ചു വരുത്തി നമ്മൾ അംഗീകരിച്ചപ്പോഴേ നമ്മൾ സിംഗപ്പൂരും നമ്മളുമായിട്ടുള്ള ഇന്തോനേഷ്യയും നമ്മളുമായിട്ടുള്ള ബന്ധം സുദൃഢമായി എന്ന് മാത്രമല്ല, 2 രാജ്യങ്ങൾക്കും അത് കരുത്ത് പകരാൻ അനുഗുണമായിട്ട് മാറുകയും ചെയ്തു. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഇന്തോനേഷ്യയിലെ വേറെ ചില പ്രത്യേകത, അവരുടെ അടുത്ത സമയത്ത് അവർ ഈ നമ്മുടെ ഇവിടുത്തെ പോലെ ഈ ഹമാസിനെ ആരാധിക്കുന്ന ആളുകളല്ല. ഹമാസിനെ ആരാധിക്കുന്ന ആളുകൾക്ക് വോട്ട് ചെയ്യുന്ന ആളുകളല്ല ഇന്തോനേഷ്യയിലുള്ളത്. അവർ കാലാനുസൃതമായി ലോകത്ത് വന്ന മാറ്റങ്ങളെക്കുറിച്ചും മതസൗഹാർദ്ദത്തെക്കുറിച്ചും മതേതരത്വത്തെക്കുറിച്ചും അവർക്ക് നല്ല കാഴ്ചപ്പാടുണ്ട്. ഇവിടെ മതേതരത്വം എന്ന് പറയുന്നത് ഹമാസാണ് മതേതരത്വം. ഏറ്റവും വലിയ മതേതരത്വ കക്ഷി ഹമാസാണെന്നല്ലോ ഇടതുപക്ഷവും കോൺഗ്രസും പറയുന്നത്. അപ്പോൾ ഇവിടെ ആ ഒരു അത് ഇന്തോനേഷ്യയിലില്ല. അതുകൊണ്ട് കാഫിർ എന്ന് പറഞ്ഞൊരു പദം പോലും പ്രയോഗിക്കാൻ പറ്റില്ല എന്ന് തീരുമാനമെടുത്തു വരും. അപ്പോൾ അവിടെ പള്ളിയുണ്ട്, നിസ്കരിക്കാം. പക്ഷേ അവിടുത്തെ നിസ്കാരവും ഈ മതവിശ്വാസവും ഒക്കെ ഏതെങ്കിലും ഒരു മതത്തിന് എതിരോ മറ്റൊരു മതവിശ്വാസികളെ കൊല്ലാൻ ആഹ്വാനം ചെയ്യുന്നതോ ആകാൻ പാടില്ല എന്ന് ഇന്തോനേഷ്യൻ ഭരണാധികാരികൾക്ക് നിർബന്ധ ബോധമുണ്ട്. അത് നമ്മൾ ഇന്ത്യയിലെ മുസ്ലിം ലീഗ് അടക്കമുള്ള ആളുകൾ കണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാതെ നമ്മൾ വെറുതെ യുദ്ധം ചെയ്തുകൊണ്ടോ അഭിപ്രായ ഭിന്നത ഉണ്ടായതുകൊണ്ടോ ആളുകളെ ആയുധം ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി കൊന്നും കൊല വിളിച്ചും മതം പ്രചരിപ്പിക്കാം എന്ന് വിചാരിക്കുന്നതോ അർത്ഥശൂന്യമാണ്. അത് നമ്മുടെ പശ്ചിമേഷ്യയിൽ തെളിഞ്ഞു കഴിഞ്ഞതാണ്. എത്ര നിസ്സാരമാണ് യഹൂദന്മാരുടെ അവിടുത്തെ ജനസംഖ്യ. അവരെന്ത് ചെയ്യാൻ കഴിഞ്ഞു? ചുറ്റുമുള്ളതെല്ലാം മുസ്ലിം രാജ്യങ്ങളല്ലേ. അവസാനം എന്ത് ചെയ്തു? അവർക്ക് തന്നെ കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നില്ലേ? യഹൂദൻ ജ്യൂസുമായി ഇസ്രായേലുമായിട്ട് ആദ്യം കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നത് ഈജിപ്റ്റാണ്, പിന്നെ ജോർദാൻ, ഇപ്പോൾ സൗദി അറേബ്യ, ഇപ്പോൾ UAE. അവരുമായിട്ട് എതിർത്ത് നിൽക്കുന്നത് പാലസ്തീൻ അല്ലെങ്കിൽ ഈ ഹമാസ് മാത്രമാണ്. തീവ്രവാദ സംഘടനകൾ മാത്രമാണ്. ഹമാസും ഈ ഇറാനും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ മുസ്ലിം സംഘടനകൾക്ക് മുന്നിൽ
രണ്ട് മാതൃകകളുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലൊന്ന് മതമൗലികവാദിയായ ഖൊമൈനി ഭരിക്കുന്ന ഇറാൻ. അങ്ങേരുടെ സ്വത്തുക്കൾ മുഴുവൻ, ആ രാജ്യത്തിൻ്റെ റിസോഴ്സസ് മുഴുവൻ ആയുധങ്ങൾ വാങ്ങിക്കാൻ, അണുവായുധം ഉണ്ടാക്കാനും പോയി. 2 മണിക്കൂറുകളിൽ താഴെ സമയമേ എടുത്തുള്ളൂ ഇസ്രായേലുകാർക്ക് നശിപ്പിച്ച് കളയാൻ. ഏറ്റവും വലിയ രസം, ഇസ്രായേൽ ഈ ഇറാനിലേക്ക് അയച്ച ബോംബർ വിമാനങ്ങളുടെ മുഴുവൻ പൈലറ്റുമാർ സ്ത്രീകളായിരുന്നു. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാത്ത ഒരു രാജ്യത്തെ ആണവശേഷിയെ തകർത്ത് കളഞ്ഞ സ്ത്രീകൾ തന്നെയാണ്. ഏത് ഭാഷ സംസാരിച്ചാലും, ഏത് ജാതിയിലായാലും, ഏത് മതത്തിലായാലും 2 മതമല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ 2 ജാതിയല്ലേ ഉള്ളൂ നമുക്ക്. ഒന്ന് സ്ത്രീ, ഒന്ന് പുരുഷനല്ല, വേറെ എന്ത് ജാതിയാണ് ഉള്ളത്? അപ്പം അതുതന്നെ ഇസ്രായേൽ അവർ കൊടുത്ത ഒരു മുന്നറിയിപ്പാണ്. അപ്പോൾ വേണമെങ്കിൽ ഈ ഖൊമൈനിയുടെ മാതൃക സ്വീകരിച്ച് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ പഴയ പോലെ പർദ്ദയിലേക്കും പിന്നെ മദ്രസയിലേക്കും മതവിദ്യാഭ്യാസത്തിലേക്കും അശാന്തിയുടെ പോകാം. മറ്റ് പിന്നെ മതവിശ്വാസികളെയൊക്കെ കാഫറുകളായിട്ട് പിന്നെ പ്രഖ്യാപിക്കാം, അവർക്കെതിരെ ജിഹാദ് പ്രഖ്യാപിക്കാം, അതൊക്കെ ചെയ്തു പോകാം. അതിന് താല്പര്യമാണോ അവർക്ക് വേണ്ടത്? അവർ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇന്തോനേഷ്യൻ പ്രസിഡന്റ് വന്ന ഈ റിപ്പബ്ലിക് ദിനം ഇവിടുത്തെ മുസ്ലിം സംഘടനകൾ ഉവൈസിയും അതുപോലെ തന്നെ മുസ്ലിം ലീഗും SDPIയും അടക്കമുള്ള സംഘടനകളുടെ മുന്നിലുള്ള 2 മാതൃകയാണ്. ഒന്ന് ഇറാൻ, അല്ലെങ്കിൽ മുഹമ്മദ് ബിൻ സൽമാൻ എന്ന് പറഞ്ഞൊരു രാജാവ് സൗദി അറേബ്യ വാതിലുകൾ തുറന്നു കൊടുത്തില്ലേ സ്ത്രീകൾക്ക്? പിന്നെ സൗദിയിലാണ് ഏറ്റവും കൂടുതൽ സൗജന്യം കൊടുത്തിരിക്കുന്നത്. ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാം, അവിടെ സിനിമ തിയേറ്ററായി, പർദ്ദ വേണമെന്ന് നിർബന്ധമില്ല. എല്ലാവരെയും സൗദി അറേബ്യ സ്വീകരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ടൂറിസം കേന്ദ്രങ്ങളിൽ പലതുമായി സൗദിയിലെ പ്രദേശങ്ങൾ മാറുകയാണ്. വലിയൊരു സാമ്പത്തിക കുതിപ്പിലേക്ക് സൗദി അറേബ്യ പോവുകയാണ്. അപ്പോൾ അവർക്ക് ഈ നമ്മുടെ ഓയിൽ കൊണ്ടുള്ള വരുമാനം നിശ്ചലമാകുന്നു അല്ലെങ്കിൽ കുറയുന്നു എന്ന് കണ്ടപ്പോൾ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുമായിട്ട് സൗഹാർദ്ദം പുലർത്താനും ആ രാജ്യത്തെ പരിഷ്കരിക്കാനുമാണ് സൗദി അറേബ്യ ശ്രമിക്കുന്നത്. മുഹമ്മദ് ബിൻ സൽമാനെ പോലെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, കാലാനുസൃതമായി കാലോചിതമായി ലോകത്തെ നോക്കിക്കാണുന്ന, മനുഷ്യരെ നോക്കിക്കാണുന്ന പ്രഭവോ സുബിയന്തോ എന്ന് പറഞ്ഞ നേതാവ്, ഇന്തോനേഷ്യൻ നേതാവ് കൊടുക്കുന്ന മെസ്സേജും അതാണ്. നമ്മൾ മനുഷ്യരാണ്, ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ഭിന്നിച്ച് നിൽക്കാൻ പാടില്ല. പ്രാകൃതമായിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ടി വരുന്ന വില വളരെ വലുതായിരിക്കും. അതുകൊണ്ട് കോൺഗ്രസിനെയോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെയോ ഒക്കെ കണ്ടുകൊണ്ട് ഇക്കാര്യങ്ങളിലേക്ക് അവരുടെ കെണിയിൽ വീഴാതെ കൃത്യമായി നമ്മുടെ രാജ്യത്തെക്കുറിച്ചും ഭാരതത്തെക്കുറിച്ചും ഇവിടുത്തെ സംസ്കാരത്തെക്കുറിച്ചും ഒക്കെ ചിന്തിക്കണം. സുബേന്ദ്രയുടെ DNA, പിന്നെ ഇന്ത്യക്കാരുടെ DNA ആണെങ്കിൽ പിന്നെ പാണക്കാട് തങ്ങളുടെയോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരുടെയോ വൈശ്ര നേതാക്കന്മാരുടെയോ DNA വ്യത്യസ്തമാകാൻ തരമില്ലല്ലോ, ഒരിക്കലും ഇല്ല. എല്ലാം ഒരേ DNA ഉള്ള, ഒരേ സംസ്കാരമുള്ള, ഒരേ പാരമ്പര്യമുള്ള, ഒരേ മണ്ണിൽ ജനിച്ച ആളുകൾ തുറന്ന മനസ്സോടെ ചിന്തിക്കണം എന്ന് ഇന്ത്യയിലെ മുസ്ലിം പാർട്ടികളെ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രസംഗമാണ് സുബിയന്തോ നടത്തിയിരിക്കുന്നത്. ഈ സുബിയന്തോയുടെ പ്രസംഗം ഈ പറഞ്ഞ പോലെ നമ്മുടെ വഖഫ് നിയമം ഭേദഗതി ചെയ്യുന്ന ചർച്ച നമ്മുടെ പാർലമെൻറ്റിൽ വരുമ്പോഴേ അതുമായി പങ്കെടുക്കുന്ന മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെ, അവരുടെ നേതാക്കന്മാരുടെ അവരുടെ പ്രസംഗത്തെ സ്വാധീനിക്കട്ടെ. നമുക്ക് ചുമ്മാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ കലാപം ഉണ്ടാക്കി പോയിട്ട് കാര്യമില്ല. കലാപം ഉണ്ടാക്കാൻ പോയാൽ അത് നഷ്ടമേ ഉണ്ടാവുള്ളൂ. ലോകത്തെവിടെ മതതീവ്രവാദം ഉണ്ടോ അവിടെ അപരിഹാര്യമായ നഷ്ടം. ഇപ്പം തന്നെ പാലസ്തീനിലെ കെട്ടിടങ്ങൾ തകർന്ന് കിടക്കുന്നതാണെന്ന് നമുക്ക് എന്ത് ദുഃഖമാണ് തോന്നുന്നത്. മനുഷ്യജീവനുകളാണ് അവിടെ, മനുഷ്യജീവൻ, എത്ര കോടി മനുഷ്യരുടെ അധ്വാനമാണ് ഈ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയത്. തീർച്ചയായിട്ടും അതെല്ലാം തകർന്നു പോയി. അപ്പം അതുകൊണ്ട് അത്ര ഒരു തകർച്ചയിലേക്ക്, അത്ര ഒരു കലാപത്തിലേക്ക്, അത്ര ഒരു ഭിന്നതയിലേക്ക് നമ്മുടെ രാജ്യത്തെയും നമ്മുടെ ജനങ്ങളെയും കൊണ്ടുപോകരുത് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ എന്ന് അടിവരയിട്ട് ഓർമ്മിപ്പിക്കുന്ന പ്രസംഗമാണ് പ്രഭവോ സുബിയാന്തോയുടെ നടത്തിയിരിക്കുന്ന. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രഭവോ സുബിയാന്തോയുടെ ആ മാർഗം നമുക്ക് ഏവർക്കും സ്വീകാര്യമാണ്. അതൊരു നല്ല മാതൃകയാണ്. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ വളർച്ചയ്ക്കും ഐക്യത്തിനും വികസനത്തിനും പുരോഗതിക്കും ഒക്കെ വേണ്ടി ഒറ്റക്കെട്ടായിട്ട് നിന്ന് മനുഷ്യർക്ക്, ഇന്ത്യൻ പൗരന്മാർക്ക് മുന്നേറാം. ആ സന്ദേശമാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. നന്ദി. തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.